വലിയ ലജ്ജയുള്ള ആളാണ് തങ്ങൾ. ലജ്ജ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും 3/4 ഇടരുത്, ബർമുഡ് ഇടരുത്, അതല്ല അതിന്റെ ഒരു ഉമ്മ ചെറുത്തു മാത്രമാണ്. ലജ്ജ എന്ന് പറഞ്ഞാൽ വാക്കിൽ ലജ്ജ വേണം, ചിന്തയിൽ ലജ്ജ വേണം, പ്രവർത്തനത്തിൽ ലജ്ജ വേണം. ഉസ്മാൻ ഖാൻ ഭയങ്കര ലജ്ജയുള്ള ആളാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എപ്പോ കന്തൂറിട്ട് നടക്കുന്ന ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു പോസ്റ്റാണ് ഹയാ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ചെയ്യുക, അള്ളഹാനോട് ഞാൻ എങ്ങനെയാ അത് ചെയ്യുക? ആ ചിന്തയാണ് ഈ ഹയാന്റെ ഒരു പാർട്ട്. അതെങ്ങനെ എന്റെ റബ്ബിനോട് ചെയ്യുക? കാരണം നമ്മൾ ഉമ്മാന്റെ വയറ്റിലുള്ള കാലം മുതൽ എനിക്ക് ഫുഡ് തരാൻ തുടങ്ങിയ അള്ളാഹല്ലേ, ആ അള്ളഹാനോട് ഞാൻ എങ്ങനെയാ അത് ചെയ്യുക റബ്ബേ? അങ്ങനെ ചിന്തിക്കുന്നതാണ് ഹയാ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചിന്തയുള്ള ആൾക്ക് ലൈറ്റ് ഓഫ് ആയാലും ഇല്ലെങ്കിലും, നെറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കൂട്ടുകാരുണ്ടെങ്കിലും ഒറ്റക്കാണെങ്കിലും ഓ മുത്തഖീൻ എന്നായിരിക്കും. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത ഉള്ളവർക്കാണ് ലഹും മഗ്ഫിറ വ അജ്റുൻ കബീർ, അവർക്ക് സ്വർഗ്ഗമുണ്ട്. അല്ലെങ്കിലും അന്ന് ചോദിക്കാണ് വാസിറു ഖൗലക്കും ഐ ഫിഅലക്കും എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്താലും അവിജ്ഹറു ബിഹി, നിങ്ങൾ പരസ്യമായിട്ട് ചെയ്താലും, രഹസ്യവും പരസ്യമെല്ലാം അടുക്കട്ടെ, ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് വരെ എനിക്കറിയാലോ. എന്നിട്ടല്ലേ രഹസ്യവും പരസ്യം ചെയ്യലും ചെയ്യാതിരിക്കല്ല അടുക്കട്ടെ മോനെ. അല്ലെങ്കിൽ എനിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അവർ ചോദ്യം കൂടി ചോദിക്കുക, അലാ യഅലമു മൻ ഖലഖ്, രഹസ്യം സൃഷ്ടിച്ചാളെ ഞാനല്ലേ, പിന്നെ എന്നിട്ട് രഹസ്യം എനിക്കറിയില്ല എന്നാ നീ എന്തിനാ ഡിലീറ്റ് ആക്കി? ആരോട് പറയല്ല എന്ന് പറഞ്ഞു, എന്തിനാ ലൈറ്റ് ഓഫ് ആക്കി? അത് ഭയങ്കര ചോദ്യം. ഈ ഹയാ ഉള്ളവരോടാണ് ഈ ചോദ്യം ചോദിക്കണം. നമ്മളിപ്പോ നമ്മളെ ഫോണിൽ നിന്ന് ഒരു ഹറാമ് കാണുന്നുണ്ടെങ്കിൽ ഒരു ഉസ്താദ് അടുത്ത് വന്നാൽ നമ്മളത് ഓഫാക്കും അല്ലെ? സ്വാഭാവികല്ലേ? അതെ. മുദരിസ് വന്നാലും ഉറപ്പായിട്ട് ഓഫാക്കും. ഉപ്പ, ഉമ്മ, ജ്യേഷ്ഠൻ, അനുജൻ ആര് വന്നാലും ഓഫാക്കും. നമ്മളെ സ്റ്റേറ്റ് പ്രസിഡന്റ് വന്നാലും ഉറപ്പായിട്ട് ഓഫാക്കൂലേ? അവരെ കണ്ട മോശമല്ലേ? എന്നാ വലുത് പറയണ്ട, ചെറുത് പറയാം. നമ്മളെ മകളെ കുട്ടിയുണ്ട്, ഒരു ഫാത്തിമ, ഫാത്തിന്നാന്ന് വിളിക്കല് സ്നേഹം കൊണ്ട്. 2.5 വയസ്സായിട്ടു, പാല് കൂടി നിർത്തിയിട്ട് 6 മാസമായി. അവൾ ഓടി വന്നിട്ട് നമ്മളെ മടിയിലിരുന്നു. പങ്ങളെ കുട്ടി അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ കുട്ടി, നമ്മുടെ തന്നെ കുട്ടി, ഓഫാക്കോ ഹറാമ് ഫോണിന്? ഓഫാക്കോ. ഖുദ്സിയ ഹദീസിലൂടെ അല്ലാഹു ചോദിക്കണത് ലാ തജ്അൽനി അഹ്വനൻ നാളിരീൻ, നിങ്ങളെ നോക്കുന്നവരിൽ എന്നെ ഏറ്റവും ലോക്കലാക്കല്ലേ എന്ന് പറഞ്ഞാല് മുദരിസിന്റെ വിലയും സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ വിലയും തന്നിട്ടില്ലെങ്കിലും ആ ഫാത്തിന്റെ വിലയെങ്കിലും എനിക്ക് തന്നൂടെ? ഫാത്തിന്റെ ആ വിലയെങ്കിലും എനിക്ക് തന്നു, ആ വിലയെങ്കിലും തന്നൂടെ? അതാണ് ഈ പറയുന്നത്. അല്ലാണ്ട് ഹയാ എന്ന് പറഞ്ഞാൽ ഈ കുപ്പായിടാണ്ട് ലുങ്കി കൊടുത്ത് നടക്കട്ടെ അങ്ങനെയൊന്നല്ല അതിന്റെ അർത്ഥം. അതതിന്റെ ഒരു ചെറിയ പാർട്ട്. അതാ ഇല്ലം തസ്തഹി ഫസ്നഇ മാ ശിഅത. ഹയാ ഇല്ലേ നീ എന്തും ചെയ്യും. അതാണ്